പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല. ഈ 3 രോഗങ്ങളും എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പം അതിൽ പൈൽസ് അല്ലെങ്കിൽ അർഷസിൻ്റെ ഒരു വീഡിയോ ഞാൻ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം, നിങ്ങൾ കയറി കാണണം. അപ്പം അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, അത് ജസ്റ്റ് എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഫിഷറും ഫിസ്റ്റുലയും എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു, നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഗുദഭാഗം അല്ലെങ്കിൽ ഏനൽ റീജിയനിൽ എന്ത് പ്രശ്നം വന്നാലും അല്ലെങ്കിൽ എന്തെങ്കിലും വേദന വന്നാലും നമ്മളത് പൈൽസാണ് തെറ്റിദ്ധരിക്കുകയും നമുക്ക് ഡോക്ടേഴ്സിനെ കാണാൻ പൊതുവെ ഒരു മടിയുണ്ട്. ഈ ഒരു ഭാഗത്ത് വരുന്ന പ്രശ്നമായതുകൊണ്ട് ഡോക്ടേഴ്സിനെ കാണാൻ പൊതുവെ മടിയുണ്ട്. അതുകൊണ്ട് തന്നെ പൈൽസ് ആണെന്ന് തെറ്റിദ്ധരിച്ച് സ്വയം ചികിത്സ നടത്തി വരുന്നൊരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പം അത് പൈൽസ് മാത്രമല്ല, വേറെ ഫിഷറും ഫിസ്റ്റുലയും ഒക്കെ അവിടെ വരാം എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. പൈൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഏനൽ കനാലിൻ്റെ ഉള്ളിൽ ഒരുപാട് ബ്ലഡ് വെസൽസ് ഉണ്ട്. ഈ ബ്ലഡ് വെസൽസ് പല കാരണങ്ങൾ കൊണ്ട് എൻലാർജ്ഡ് ആകും. അത് ഇൻറ്റേർണലും എക്സ്റ്റേണലും ഉണ്ട്. ഇൻറ്റേർണൽ പൈൽസ് നമ്മൾക്ക് അങ്ങനെ അറിയാൻ സാധിക്കില്ല. എക്സ്റ്റേണൽ പൈൽസ് എന്ന് പറഞ്ഞാൽ ഫ്ലഷി മാസ്, തൊട്ട് നോക്കുമ്പോൾ ഒരു മാസ് പോലെ അല്ലെങ്കിൽ ഒരു മാംസം പോലെ നമുക്ക് തോന്നും. അതാണ് പൈൽസ് എന്ന് പറയുന്നത്. അപ്പം പൈൽസിൽ പൊതുവേ വേദനയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ എക്സ്റ്റേണൽ പൈൽസിൻ്റെ അവിടുത്തെ വെയിൻസിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ വല്ലതും വരുവാണെങ്കിൽ നമുക്കൊരു ചെറിയ വേദനയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് എക്സ്റ്റേണൽ പൈൽസിന്. പിന്നെ ചൊറിച്ചിലും പോച്ചിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇനി ഇൻറ്റേർണൽ പൈൽസ് എന്ന് പറഞ്ഞാൽ പൊതുവേ വലിയ വേദനയോ അങ്ങനത്തെ വലിയ ലക്ഷണങ്ങളൊന്നും കാണിക്കത്തില്ല, പക്ഷേ ബ്ലീഡിങ് ഉണ്ടാവും. നമ്മൾ മോഷൻ പോകുന്ന സമയത്ത് ഒന്നിൽ ആദ്യം ബ്ലീഡ് ചെയ്യും, അല്ലെങ്കിൽ മലത്തിനോടൊപ്പം തന്നെ രക്തവും പോകാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഫിഷർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫിഷർ എന്ന് പറയുന്നത് നമ്മുടെ ഏനൽ കനാലിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞിരിക്കുന്ന സ്കിന്നുണ്ടല്ലോ, ആ സ്കിന്നിന് വിള്ളലുകൾ സംഭവിക്കുക, അല്ലെങ്കിൽ ക്രാക്ക് സംഭവിക്കുക, അല്ലെങ്കിൽ പൊട്ടിപ്പോവുക, ആ ഒരു അവസ്ഥയാണ് ഫിഷർ എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അതികഠിനമായിട്ടുള്ള വേദനയാണ്. നമ്മളുടെ പൈൽസിൻ്റെ വേദനയൊന്നും വെച്ചിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല, ഭയങ്കരമായിട്ടുള്ള വേദനയായിരിക്കും. അതുപോലെ തന്നെ ഇതും ബ്ലീഡ് ചെയ്യും. അതായത് ഇപ്പം നമ്മൾ മോഷൻ പോയി കഴിഞ്ഞിട്ട് 1-2 തുള്ളി രക്തം പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മലത്തിനോടൊപ്പം തന്നെ കുറച്ച് രക്തം അതൊരു ലൈൻ പോലെ ഇങ്ങനെ കാണാനും സാധിക്കും. അപ്പം തുടക്കത്തിലെ മോഷൻ പോകുന്ന സമയത്തായിരിക്കും വേദന. നമുക്ക് എന്താ പറയുക, ടോയ്ലറ്റിൽ പോയി ഇരിക്കാനൊക്കെ ഭയങ്കര പേടിയായിരിക്കും. ഈ വേദന കാരണം ആ പേടിയായതുകൊണ്ട് നമ്മൾ ടോയ്ലറ്റിൽ പോലും പോകാൻ ബുദ്ധിമുട്ടും. കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞാൽ അപ്പം മാത്രമായിരിക്കത്തില്ല, ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ആ ഒരു ഭാഗം അനങ്ങുമ്പോൾ പോലും അതികഠിനമായിട്ടുള്ള വേദനയായിരിക്കും. അപ്പം ഇത് പൊതുവെ ഉണ്ടാകാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് അമിതമായിട്ട് വണ്ണം വെക്കുക, പിന്നെ കോൺസ്റ്റിപ്പേഷൻ, സ്ഥിരമായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഉള്ള വ്യക്തികളാണ് ഇത് കാണുന്നത്. നമ്മൾ കോൺസ്റ്റിപ്പേഷൻ്റെ സമയത്ത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പരിശ്രമിക്കുമല്ലോ മോഷൻ പോകാൻ, ആ ഒരു സമയത്ത് ക്രാക്ക് വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ ഡെലിവറി സമയത്ത്, ഒന്നിൽ പ്രസവത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ നമ്മളുടെ പ്രസവത്തിനോട് അടുത്ത് അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡിൽ ഇങ്ങനെ കാണിക്കാൻ സാധ്യത.